അടോ നീ അന്വേഷിച്ചിട്ട് യക്ഷി ഒളിപ്പിക്കുന്ന ആരെയും കിട്ടിയില്ല ഇതുവരെ. എന്റെ അറിവിൽ യക്ഷിയെ ഒളിപ്പിക്കുന്ന ഒരു മഹാമാന്ത്രികനുണ്ട്. അതാരാ? കടപ്പുറത്ത് കറുത്തനാ. അദ്ദേഹം ഇപ്പൊ എവിടെയുണ്ട്? കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, എങ്കിൽ ഇവിടെ തന്നെ അദ്ദേഹത്തെ വിളിക്കൂ. അവളെ ഇങ്ങോട്ട് വിളിക്കൂ. വിളിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൊട്ടാരത്തിലെ ഒരു നർത്തകിയായിരുന്നു. അന്ന് എന്റെ കൂടെ ഈ കൊട്ടാരത്തിൽ നർത്തനമായിക്കൊണ്ടിരുന്ന നർത്തകൻ ദേവസ്വയുമായി ഞാൻ പ്രേമത്തിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവിദ്യാർത്ഥിയെ മന്ത്രപ്പുറത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ അന്തപുരത്തിൽ കയറി തിത്തിത്താരത്തിൽ കാഴ്ച ചെയ്തു. ആ സമയം അന്തപുരത്തിലേക്ക് കയറി വന്ന അന്നത്തെ മഹാരാജാവ് ഇയാളുടെ മുതുമുത്തച്ഛൻ ഞങ്ങളെ രണ്ടുപേരെയും വെട്ടിക്കൊന്നു. മരിച്ചു. ഈ രാജകുടുംബം ഞാൻ കൊണ്ടേച്ചോളാക്കും. ഇവിടുത്തെ രാജാവിന്റെ ചോര ഞാൻ കുടിക്കും. നാളെ അമാവാസ്യ. ഇവരെ കൊന്ന് ഇവരുടെ രക്തത്തിൽ കുളിച്ച് ഞാൻ പ്രതികാരം ചെയ്യും. വന്ന കാര്യം നടത്തിയിട്ട് ഈ ചേച്ചി മോളെ ഒരുപാട് ഇല്ല, പോകില്ല. ഇവിടെ പോകില്ല തന്നെ മര്യാദ പറഞ്ഞത്. എന്റെ കയ്യിൽ സോറി. അവളുടെ ദേഹത്തിൽ കൂടിയിരിക്കുന്ന മാറ താഴെ പുറത്തു പോകും. പക്ഷേ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു തുള്ളി പോലും താഴെയും വൈകിനകത്ത് പോകരുത്. ഇതിലൊരു തുള്ളി അകത്ത് പോയാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണോ അത് ധൂമമെടുത്ത് പുറത്തു വരും. മര്യാദക്ക് നീ ഇത് കുടിച്ചിട്ട് ഈ ദേഹം വിട്ടിറങ്ങി പുറത്തേക്ക് വരും. അങ്ങനെ മന്ത്രവെള്ളം കുടിപ്പിച്ച് എന്റെ പുറത്ത് ചാടിക്കാമെന്ന് വിചാരിക്കണ്ട. ഈ രാജാവിന്റെ ചോര കുടിച്ച് ഞാൻ പോവൂ. അല്ലാതെ നീ ഒഴിഞ്ഞു പോവില്ല. പോയില്ല. ഉറപ്പിച്ച്. രാജാവേ, എങ്കിൽ മന്ത്രം തോറ്റിടത്തിന് തന്ത്രം പ്രയോഗിക്കാം. നമുക്കിവിടെ മണിച്ചിത്രത്താഴിൽ നാഗവല്ലിയെ ഒളിപ്പിച്ച ശൈലിയിൽ ഒളിപ്പിച്ച് നോക്കാടാവുകയും അതിന് മോഹൻലാൽ വേണ്ടേ? വേണം, മോഹൻലാലിനെ വേണം. അത്രയോ മാന്ത്രിക വഴി കൊണ്ട് മോഹൻലാലിനെ വരുത്താൻ പറ്റുമോ? മാന്ത്രിക വഴി വെച്ച് മോഹൻലാലിനെ വരുത്താൻ പറ്റുമെങ്കിൽ ഞാൻ അയാളെ വെച്ചിട്ട് പടമെടുത്താൽ മാന്ത്രിക വഴി വെച്ച് മോഹൻലാലിന്റെ ഗ്രൂപ്പിനെ കൊണ്ടുവരാം. അതിനു മുമ്പ് ഹോമകുണ്ഡം തയ്യാറാക്കണം. പിന്നെ മണിച്ചിത്രത്താഴ് സ്റ്റൈലിൽ കറക്കപ്പെട്ടിങ്ങനെ ഒരു ഡെസ്ക് തീർന്നില്ല. യക്ഷിയെ ഹോമകുണ്ഡത്തിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരാൻ ഒരു നർത്തകൻ വേണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പട്ടാള നർത്തകൻ പുഷ്പാങ്കനെ വെക്കാം. പുഷ്പു ഈ താരകാരനെ പിടിച്ചില്ലേ കേരളേ ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം. ും
ഞാനിങ്ങനെ ആലോചിക്കുക. എടാ ഉപ്പേ, നീ നൃത്തം ചെയ്ത് ഈ യക്ഷിയെ വശീകരിക്കും ഹോമകുണ്ടത്തിലെത്തി. എന്റെ ഈശ്വരന്മാരെ അത് നടക്കുന്നു തോന്നുന്നില്ലച്ചോ. അതെന്നാണ് എവിടെ പെണ്ണില്ലച്ചോ. പെണ്ണിന് വളർത്താൻ എനിക്കറിയില്ല. ഉഷ്, നീ ഡാൻസ് ചെയ്താൽ മാത്രം മതി. ഈ യക്ഷിക്ക് നിന്റെ കൂടെ പോകുന്നു. അപ്പോ രാജാവ് സംഭവം മനസ്സിലായത് കറങ്ങുന്ന മേശയിൽ രാജാവ് കിടന്നു. മേശയുടെ അടിയിൽ രാജാവിന്റെ കൈ. പ്രതികാരം ചെയ്യാനായി യക്ഷിക്ക് നമ്മൾ വാഴ്ത്തുന്നു. യക്ഷി വെട്ടാൻ നേരം ഞങ്ങൾ ചക്രം തിരിക്കും. അപ്പോൾ രാജാവ് അടിയിൽ പ്രതിമ മുകളിലുണ്ട്. രാജാവാണെന്ന് കരുതി പ്രതിമയെ വെട്ടിക്കൊണ്ട് ചോര പിടിച്ച് യക്ഷി പ്രതികാരം തീർത്ത് ഒഴിഞ്ഞു. അത് വേണം. ചക്രം തിരിച്ചില്ലെങ്കിൽ വിധിയാണ്. രാജാവേ, ഒന്നുകൊണ്ടും പേടിക്കേണ്ടത് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. അച്ഛോ, പ്രോപ്പർട്ടീസായ രോമമുണ്ടൻ റെഡി, അല്ല ഹോമമുണ്ടൻ റെഡി, കറങ്ങുന്ന ഡെസ്ക് റെഡി, യക്ഷി റെഡി, നാടകം റെഡി. പക്ഷേ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഹൻലാലിന്റെ ഡ്യൂപ്പ് മാത്രം കിട്ടിയിട്ടില്ല. എന്താണ് മോഹൻലാലിന്റെ ദുഃഖം? അല്ല, യക്ഷിയുടെ ഓഹോ, ഇതാണ് ആ കക്ഷിയല്ലേ രാജാവിനെ കൊല്ലാൻ ശ്രമിക്കുന്ന രാജ്ഞിയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ഈ യക്ഷി. മോനെ ദിനേശ, ഈ യക്ഷി എത്ര വലിയവളാണെങ്കിലും കൂട്ടും ഞാൻ. മണിച്ചിത്ര കൂട്ടിട്ട് ഞാൻ കൂട്ടും. അതിനു വേണ്ടി ഒരു സൈക്കാട്രിസ്റ്റും സഞ്ചരിക്കാത്ത രീതിയിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കും. ഇവനാണ് ഈ സൈക്കിൾ ആർട്ടിസ്റ്റ്. അച്ഛോ, എന്തെങ്കിലുമൊക്കെ തോന്നിയാസം കാണിച്ച യക്ഷി എങ്ങനെയെങ്കിലും പിടിച്ച് ഹോമകുണ്ടത്തിലേക്ക് കൊണ്ടുവരേ. എടോ നൃത്തം തുടങ്ങണോ? എനിക്ക് പ്രതികാരം ചെയ്യണം. ഇയാളെ കൊല്ലണം. ഇയാളെ കൊല്ലാൻ ഞാൻ നിന്നെ സഹായിക്കാം. പക്ഷെ കൊന്നു കഴിഞ്ഞാൽ നീ ദേഹം വിട്ടു പോകുമോ? സത്യമാണോ? സത്യം, സത്യം, സത്യം. അച്ഛോ, ഞാൻ ഒഴുകി വാളറിഞ്ഞ് കൊടുക്കാൻ പോവുകയാണ്. അവൻ വെട്ടിത്തൊടുന്നതിന് മുമ്പ് അച്ഛൻ ചക്രം പിടിച്ച് തിരിച്ചോണം. ചക്രം തിരിക്കുന്ന കാര്യം ഞങ്ങൾ യക്ഷി, ഇതാ പിടിച്ചോ വാള്. വെട്ടിക്കൊന്നതിന്റെ പ്രതികാരം എടുത്തോളൂ. എന്നിട്ട് ഒഴിഞ്ഞു ഒഴുകി പോടി. നിന്റെ മുടങ്ങി പോയാൽ നമുക്ക് പൂർത്തീകരിച്ചാൽ എന്താ ഒരു